FCRA ഭേദഗതിയിൽ ആശങ്കകൾ പരിഹരിക്കപ്പെടണമെന്ന് KCBC സുതാര്യമായ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ ഭേദഗതികളിൽ പലതും മൗലികാവകാശ ലംഘനമാണെന്നും KCBC വിമർശിച്ചു. മതപരിവർത്തനം തടയാനെന്ന് അവകാശപ്പെടുന്ന വകുപ്പുകൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് വിഘാതമാകാൻ സാധ്യതയുണ്ടെന്നും വിമർശനമുണ്ട്. FCRA അക്കൗണ്ട് ഉടമകളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളുടെയും പബ്ലിക്കേഷനുകളുടെയും വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് സംശയാസ്പദമാണെന്നും ഓർത്തഡോക്സ് സഭയും വിമർശിച്ചു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ KCBC ആശങ്കയോടെ കാണുകയാണ് FCRA നിയമ ഭേദഗതി. എന്താണ് ഇനിയിപ്പോൾ KCBCയുടെയും നീക്കം, സഭകളുടെ നീക്കം? സ്മൃതി, വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം ആദ്യമായാണ് KCBC ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് ഇക്കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട്. സുതാര്യതാ നീക്കം മാത്രമാണെങ്കിൽ പിന്തുണയ്ക്കാം, പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് എന്ന് പറയുകയാണ്. അതായത് സ്ഥാപനമോ ആ ട്രസ്റ്റോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെയോ അതിൻ്റെ ഭാരവാഹികളോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ വാർഷിക റിട്ടേണുകളിൽ അറിയിക്കണം. അത് മൗലികാവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവയെല്ലാം ഹനിക്കുന്നതാണ്. അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെ തടയുക ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് എന്നുകൂടി പറയുകയാണ്. അതുകൂടാതെ മതപരിവർത്തനം എന്നത് ഇതിന്റെ ഭാഗമായി മതപരിവർത്തന നീക്കങ്ങളെ തടയുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട്. അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള ചില പരാമർശങ്ങൾ കൂടി ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ ഭേദഗതിയിൽ. അത് പക്ഷേ ദുരുപയോഗ സാധ്യത വല്ലാതെ ഉള്ളതാണ്. അതായത് ഒരു ആക്ഷേപം തന്നെ വന്നാൽ അവരെല്ലാവരും വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നതുകൂടി ഇതിൽ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് വിഘാതമാകാൻ കഴിയുന്ന ഒന്നാണ് മതപരിവർത്തന ശ്രമങ്ങളെ തടയാനെന്ന് അവകാശപ്പെടുന്ന വകുപ്പുകളാണ് അവ. പക്ഷേ അവ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുനർവിചിന്തനം നടത്തണം, ഈ ആശങ്കകൾ പരിഹരിക്കണം എന്നതുകൂടി പറയുകയാണ്. അങ്ങനെ ഉള്ള വകുപ്പുകളുണ്ട്, അവയുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്ന് പറയുകയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ തന്നെ നേരിട്ട് CBCയുടെ കേരളത്തിലെ ഘടകമാണ് KCBC. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ തന്നെ പ്രതിനിധി സംഘത്തെ അയച്ച് കണ്ട് ഈ ആശങ്കകൾ അറിയിക്കുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്താൻ KCBC തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.